ആരൻ്റെ ബസ് വന്നു, ദാ പോകുന്നു. അങ്ങനെ ആരൻ പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് കൈ പൊക്കി ആരനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതാ പുറകിൽ പോയി കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു. ഇപ്പം ദേ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു. ഇനി നമ്മൾ അകത്തോട്ട് കയറി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചട്ടിച്ചോറ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുമൊക്കെ ചെയ്യണം. കുറച്ച് ഒരു 5-6 അച്ചിങ്ങയുണ്ട്, അത് പറിക്കണം. നമ്മളുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിലെ വാഴച്ചുണ്ട്, പിന്നെ നമ്മളുടെ വീട്ടിലെ അച്ചിങ്ങ, നമ്മളുടെ വീട്ടിലെ കപ്പളങ്ങ വേണേൽ പറിക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചൊരു ചട്ടിച്ചോറ്. മീൻ വലിപ്പമൊന്നും കാണത്തില്ലായിരിക്കും. നോക്കാം, ആഷർ ഇവിടെ ഉണ്ടല്ലോ. ആഷർ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് മീൻ ഒരു 5-6 എണ്ണം ചട്ടിച്ചോറിന് വേണ്ടി പിടിച്ചു തരാൻ പറയാം. എന്നിട്ട് നമുക്കത് കറി വെക്കാൻ മാത്രമൊന്നും അത് ഇല്ലല്ലോ, അതിന് ചെറുതാണ്. അപ്പോൾ അത് വറുത്തുമല്ലോ. ആഷറുള്ളതുകൊണ്ട് ആഷർ ഉച്ചയ്ക്ക് ചട്ടിച്ചോറ് കഴിച്ചിട്ട് പോട്ടെ. അപ്പം അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു. അപ്പം രാവിലെ അകത്തോട്ട് കയറട്ടെ കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മുടെ മുറ്റത്തോട്ടിറങ്ങാം. പച്ചക്കറിയും നമ്മളുടെ കോഴിമുട്ടയും നമ്മളുടെ വീട്ടിലെ മീൻ ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി, പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് പറിച്ചൊക്കെ എടുക്കാം. മുട്ട ഞാൻ രാവിലെ തീറ്റ കൊടുത്തപ്പോൾ പെറുക്കിയായിരുന്നു. ഇവിടെ ഈ കൊട്ടയ്ക്കകത്തിരിപ്പുണ്ട്. ചുണ്ട് ഞാൻ ഇന്നലെയല്ല 2 ദിവസം മുമ്പ് ഒടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയാണ് ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ചുണ്ട് ഒടിച്ചു വെച്ചായിരുന്നു, വാഴച്ചുണ്ടേ. അപ്പോൾ അത് ഉണ്ട്. ഇനിയിപ്പോൾ കപ്പളങ്ങ ചിലപ്പം കുത്തും, അച്ചിങ്ങ പറിക്കും. നമ്മുടെ മീൻ നോക്കട്ടെ, വലിപ്പമില്ല എന്നാലും നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം, മുറ്റത്തോട്ട് ഇറങ്ങാം. ആഷേറിനെ കൊണ്ട് നമുക്ക് മീൻ പിടിപ്പിക്കാവേ. ആഷേർ ഉറങ്ങും. എന്നാന്നറിയാം, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അത് അങ്ങോട്ട് ഓടിപ്പോയി ഇങ്ങനെ ജമ്പ് ചെയ്യുക. ചെറുതാണ്, 50 കാര്യമിട്ടാണ്. ഇതുണ്ട് ചുണ്ട്, അച്ചിങ്ങ, മൈസൂർ ചീര, മുട്ട, പച്ചമുളക്, കാന്താരി, ഇത്രയും ആവശ്യമുള്ളൂ. പിന്നെ ഇനി എന്നാ വേണ്ടേ? കപ്പളങ്ങ വേണ്ട. ചുണ്ട് തോരൻ വെക്കാം, അച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാം. ഇത് മുട്ടയ്ക്കകത്തിട്ട് പൊരിക്കാം. പോരെ. ഇനിയിപ്പോൾ മീനും കൂടെ ആയാൽ പിന്നെ ചമ്മന്തിക്ക് നമ്മളുടെ ലോലോലിക്ക ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്, അതും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം. എല്ലാം നമ്മുടെ വീട്ടിലെ സാധനം. ചാറുകറി എന്ന് പറയാൻ ചക്കക്കുരു, നമ്മുടെ പ്ലാവിൻ്റെ ചക്കക്കുരു, ഫ്രീസറിൽ ചക്കയും ചക്കക്കുരും വെച്ചിരിക്കുന്നു. ആ ചക്കക്കുരും പിന്നെ നമ്മുടെ ഇരുമ്പുപ്പുളി ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് ചാറ് വെക്കാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാവേ. ഇത്രയും പോരെ ഇല്ലോ. നമ്മളുടെ വീട്ടിലെ കോഴിയെ കണ്ടിച്ച് കറി വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ട്, അതുകൂടെ സൈഡിൽ വെക്കാം. അത് നമ്മുടെ വീട്ടിലെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ. നമ്മുടെ വീട്ടിലെ പഴം. ഇനിയിപ്പോൾ അരി നമ്മളുടെ വീട്ടിലെ ആണോ എന്ന് ചോദിക്കുമായിരിക്കും. അരിപ്പട്ടിയിലെ റേഷൻ കടയിലെ അരിയുണ്ട്, നമുക്കതെടുക്കാം. ഓക്കെ. ഇനി നമ്മുടെ കഞ്ഞിക്കലൊക്കെ എടുക്കാം. ഇതിനകത്താ ചട്ടിച്ചോറ് റെഡിയാക്കാൻ പോകുന്നത്.
എന്നുവെച്ചാൽ വിളമ്പാൻ പോകും. ചോറ് വയ്ക്കാൻ കഴുകട്ടെ. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്ലാവയിലുണ്ടായ, ഇത് 2023 ചക്ക, ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്ന കുരുവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, അതാണ് ഇത് കുരു. പിന്നെ ഈ വർഷം പ്ലാവേ ചക്കയേ ഉണ്ടായില്ല. പോട്ടെ, കഴിഞ്ഞ വർഷത്തെ ഇപ്പോഴും ഇരിക്കുന്നു, കാണിക്കാവേ. കഴിഞ്ഞ വർഷത്തെ ഒരു പാക്കറ്റ് കൂടെ ദേ കണ്ടോ, ഇപ്പോഴും ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു പാക്കറ്റ് പച്ചച്ചക്ക, ഒരു പാക്കറ്റ് പഴുത്തയൊക്കെ എടുത്തു കൊടുത്തു. അതുകൊണ്ടല്ലേ അതുകൂടെ കണ്ടേനെ. ഇനി ഈ ഒരൊറ്റ പാക്കറ്റ് പച്ചച്ചക്കയും കൂടെ ഉള്ളു. അതിനകത്ത് കുരുവുള്ള കേട്ടോ. പിന്നെ പഴുത്തയൊക്കെ ഇല്ല, അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് കുമ്പിളൊക്കെ ഉണ്ടാക്കാൻ. ഈ വർഷം നമുക്ക് ചക്ക ഉണ്ടായില്ല. ഇത് വേണ്ട നമ്മുടെ ചക്കക്കുരു, നമ്മളുടെ തെങ്ങയിലുണ്ടായ തേങ്ങ, സവാള നമ്മുടെയല്ല, ലോലോലിക്കാൻ നമ്മുടെയാ. നമ്മളുടെ പ്ലാവയിലെ ചക്കക്കുരു, നമ്മളുടെ ലോലോലിക്ക, നമ്മുടെ കോഴിയുടെ മുട്ട, കറിവേപ്പില, നമ്മളുടെ പച്ചമുളക്, കാന്താരി. പച്ചമുളകും കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന, എപ്പോഴും ഇങ്ങനെ പറിക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ വീട്ടിലെ മൈസൂർ ചീര, ഒരു പിടി കിട്ടി. ഞാൻ എപ്പോഴും പറിച്ച് കിളുന്ത് വരുന്ന അന്നേരം പറിച്ച് തോരൻ വെക്കുമല്ല, അതവിടെ നിന്ന് വലിയ മൂത്ത് പോകുമല്ലോ അതിൻ്റെ ഇല, അപ്പോൾ കൊള്ളത്തില്ല. ഒരു പിടി കിട്ടി. മുട്ടയ്ക്കകത്തിട്ട് പൊരിക്കാവേ. പിന്നെ നമ്മളുടെ വാഴച്ചുണ്ട്, നമ്മളുടെ തേങ്ങ, നമ്മുടെ തെങ്ങയിലെ തേങ്ങ അറിയാലോ ഉണ്ടെന്ന്. ഒരു സാധനവും നമ്മളുടെ അല്ലാത്ത ഇട്ട് ഇന്ന് കറി വെക്കുന്നില്ലെന്ന് ഉദ്ദേശിച്ചേക്കുക. നമ്മളുടെ വീട്ടിലെ സാധനം മാത്രം ഇട്ട് ഒരു ചട്ടിച്ചോറ്. ഇത്ര അച്ചിങ്ങായും രാവിലെ കിട്ടി. പിന്നെ മാങ്ങ, ഇരുമ്പപ്പുളി ഇല്ല, ഇരുമ്പപ്പുളി തീർന്നു, മുഴുവൻ പൊഴിഞ്ഞും പോയി. അപ്പം നമ്മൾക്ക് ഞാൻ ഒരു കുഞ്ഞു മാവ് കാണിച്ചില്ലായിരുന്നു, കാണിക്കണോ ഒന്നുകൂടെ? ഇതാ കുഞ്ഞൊരു മാവ് കണ്ടോ, ഇത്രയേ ഉള്ളെങ്കിലും ഇതിലിങ്ങനെ ഒരു മാങ്ങ കണ്ടോ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ ആ മാങ്ങ വേണ്ടേ. അപ്പം നമ്മളുടെ ഇത്രയും സാധനം. പിന്നെ നമ്മളുടെ വീട്ടിലുണ്ടായ കോഴി കറി വെച്ചായിരുന്നു ഞാൻ മിനിങ്ങാന്ന് കേട്ടോ. അപ്പോൾ അത് കാരണം അരണ്ണ് അതൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കഴിക്കുള്ളൂ കൊണ്ട് ഞാൻ മിനിങ്ങാന്ന് കറി വെച്ചായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഫ്രഷായിട്ട് അത് കറി വെക്കുന്നത് കാണിക്കുന്നില്ല, അത് ഇരിപ്പുണ്ട്, അത് നമുക്ക് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മളുടെ മീൻ, ഇതാ മീൻകുളം. ഞാൻ രാവിലെ ശ്രമിച്ചിട്ട് അങ്ങോട്ട് കിട്ടിയില്ല, ഓടി ജമ്പ് ചെയ്ത് പോവാം. നമുക്കൊരു 3-4 എണ്ണം കിട്ടിയാൽ ഒന്ന് വറുത്ത് നമ്മളുടെ വീട്ടിലെ ആന്ന് പറഞ്ഞൊന്ന് കാണിക്കരുതോ, നോക്കാം, ശ്രമിക്കാം. അഷർ എഴുന്നേറ്റില്ല, അഷറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ചക്കക്കുരു മാങ്ങ ഇട്ട് ചാറ്, ലോലോലിക്ക ചമ്മന്തി, മുട്ടയും ഈ മൈസൂർ ചീരയും കൂടെ തോരൻ, ചുണ്ട് തോരൻ, പിന്നെ എന്തുവാ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, നമ്മുടെ വീട്ടിലെ തേങ്ങയല്ലേ അത് വെച്ച് ഇതെല്ലാം ഒന്ന് ചെയ്ത് നമുക്ക്, തേങ്ങ ഇനിയും ഉണ്ട് കേട്ടോ, പൊതിക്കണം, കിടപ്പുണ്ട്, കാണിക്കാമേ. ഇതാ തേങ്ങ, അതിൻ്റെ ആവശ്യം ഇല്ല, നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ അത് മതി, മുഴുത്ത തേങ്ങ അതിൻ്റെ ആവശ്യമുള്ളൂ ഇന്നത്തേക്ക്. ഇതിവിടെ ഇരിക്കട്ടെ, തൊണ്ടും തേങ്ങയും കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കടലക്കറിയാണ്, ഇതൊന്ന് കഴിച്ചിട്ട് ഊണിനുള്ളത് റെഡിയാക്കട്ടെ കേട്ടോ. ചോറ് വെന്തു. ചോറ് എനിക്ക് നിർബന്ധം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടൻ കാപ്പി ചോറും ആദ്യമേ ചെയ്യണം. അലക്കാനുള്ള തുണിയും മെഷീനിലിടണം, ഇതെനിക്ക് നിർബന്ധമാണ്. പിന്നെ കുടിക്കാനുള്ള അയമോദവും വെള്ളവും വെക്കണം, ഇത്രയും എനിക്ക് ഭയങ്കര നിർബന്ധം. എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിച്ചിട്ട് പല്ലും തേച്ച് വന്ന് ഇതാദ്യമേ ചെയ്യുന്നത്. ഓക്കെ, അത് പണ്ട് ചെറുപ്പം മുതലുള്ള ഞങ്ങളുടെ വീട്ടിലെ ശീലമായതുകൊണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെ. വാഴച്ചുണ്ടിൻ്റെയൊക്കെ പുറംതൊലി മാക്സിമം പൊളിച്ച് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ഉപ്പ് കല്ലും കൂടെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒരു 5 മിനിറ്റേലും ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് കഴുകിയൊക്കെ എടുത്ത് വേണം യൂസ് ചെയ്യാൻ. ചുണ്ടരിഞ്ഞ്
വെളിച്ചെണ്ണയും ഉപ്പുനീരൂടെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുക. അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രമേ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ടല്ല, ഞാൻ ഇച്ചിരി വൻപയർ കൂടെ ഇട്ടാണ് വെക്കുന്നത്. എനിക്കതാ ഇഷ്ടം. ഇതിപ്പോൾ ഇങ്ങനെ അല്ലേ പറ്റുള്ളൂ നമുക്ക് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിയട്ടെ. എന്നിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി അച്ചിങ്ങായും ഈ ചീരയും ഒന്ന് അരിയട്ടെ. അയ്യോ, ചക്കക്കുരുവിൻ്റെ പണിയാണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ മൈസൂർ ചീര അരിഞ്ഞു. അച്ചിങ്ങ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പിനകത്തിട്ടിരിക്കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. തേങ്ങാ ചിരണ്ട വലിയ ടാസ്ക്കാണേ. ചിരണ്ടട്ടെ. ചക്കക്കുരു, മാങ്ങ, നമ്മളുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി എല്ലാം ഓക്കെ ആയേ. ഇനി ഞാൻ ചട്ടിയിലോട്ട് എടുക്കട്ടെ. അപ്പോൾ എല്ലാം റെഡിയായേ. നമ്മളുടെ ചട്ടിച്ചോറ് വിളമ്പി എടുക്കാൻ പോവാം. മീൻ മാത്രമില്ല, കാരണം നമ്മുടെ മീൻ പിടിക്കാനായിട്ട് ഒരു രക്ഷയില്ല, പറന്നോടുക. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലെ കോഴിയെ കണ്ടിച്ച് കറി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ, അത് റെഡിയാക്കുന്നുണ്ട്. അത് റെഡിയായത് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആഷറിന് പോകാറായി. നമുക്ക് ആഷറിന് വേണ്ടി ചോറെല്ലാം എടുക്കാം. അപ്പോൾ ആദ്യമേ ശകല ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളുടെ ലോലോലിക്ക ഷോയ്ക്ക് 2 എണ്ണം വെക്കാം, നമ്മളുടെ മരത്തേലല്ലേ. പിന്നെ ലോലോലിക്കായും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയത്, അത് നമുക്ക് ലോലോലിക്കായും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയത് അത് കുറച്ച് സൈഡിലോട്ട് വയ്ക്കാം. അതിവിടെ ഓട്ടിരിക്കട്ടെ. സൈഡിലോട്ട് വെച്ചു. ഇനി മുട്ട പൊരിച്ചത്, നമ്മളുടെ കോഴിയുടെ മുട്ട. ഇനി നമ്മളുടെ വീട്ടിലെ അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ചത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളുടെ വീട്ടിലെ മൈസൂർ ചീര എല്ലാം കാണാമല്ലോ അല്ലേ, തോരൻ വെച്ചത്. ഇനി നമ്മളുടെ വീട്ടിലെ വാഴച്ചുണ്ട് തോരൻ വെച്ചത്. ആഷർ ഇന്ന് ഹാപ്പി. ആഷറിന് വലിയ ഇഷ്ടം ഇങ്ങനെയൊക്കെ. ഇനി നമ്മളുടെ വീട്ടിലെ ചക്കക്കുരു നമ്മളുടെ വീട്ടിലെ മാങ്ങായിട്ട് കറി വെച്ചത്. ചക്കക്കുരു മാങ്ങ കറി നടുക്കൊഴിച്ചു കൊടുക്കാം. കണ്ടോ, മതി, ഒത്തിരി ഒഴിക്കണ്ട, വേണേ പിന്നെ കൊടുക്കാം. ഇനി നമ്മളുടെ വീട്ടിലെ കോഴിയെ കറി വെച്ചത് മതി, ധാരാളം. അപ്പോൾ എല്ലാം ആയില്ലേ, നോക്കട്ടെ. സൂപ്പർ, എല്ലാം ആയെന്ന് തോന്നുന്നല്ലേ. ഞാനെല്ലാം മുട്ട പൊരിച്ചത്, ലോലിക്ക ചമ്മന്തി, ചുണ്ടുതോരൻ, കോഴിക്കറി, ഒറ്റ സംഗതി പോലും നമ്മുടെ വീട്ടിലെ അല്ലാത്തയില്ല. അച്ചിങ്ങ നമ്മുടെ വീട്ടിലെ, മൈസൂർ ചീര നമ്മുടെ വീട്ടിലെ, മുട്ട നമ്മുടെ വീട്ടിലെ, ലോലിക്ക വെച്ച് ചമ്മന്തി, വാഴച്ചുണ്ട്, കോഴി, സർവ്വ, ചക്കക്കുരു, മാങ്ങ എല്ലാം നമ്മുടെ വീട്ടിൽ. സവാളയും ഉള്ളിയും പച്ചമുളക് പോലും നമ്മുടെ വീട്ടിൽ, തേങ്ങ നമ്മുടെ വീട്ടിൽ, സവാളയും ഉള്ളിയും മാത്രം കടയിലേ എടുത്തുള്ളൂ. അപ്പം എല്ലാവർക്കും സന്തോഷമായോ? ആഷറിന് കൊണ്ട് കൊടുക്കട്ടെ. പ്രീതി ആൻറ്റി ആഷർ മോനെ കാണുന്നില്ല എന്നും പറഞ്ഞ് പ്രീതി ആൻറ്റി ഭയങ്കര സങ്കടത്തിലായിരുന്നേ. ഞാൻ പറഞ്ഞു കാണിക്കാമെന്ന് പറഞ്ഞു.
ദാ പ്രീതി ആൻറ്റി, ആഷർ മോൻ. ഒരു ട്യൂബ് കത്തുന്നില്ല. നിൽക്കേ, ഹാപ്പിയാണോ? ഞാൻ വിവരിച്ചു തരാവേ. ഇതെന്നാക്കിയാന്നറിയോ? മുട്ട നമ്മളുടെ വാഴച്ചുണ്ടി തോര. തൊട്ട് കാണിക്കുക. വാഴച്ചുണ്ടി തോരനേതാ? അങ്ങേയറ്റം. ആ, അത് നമ്മളുടെ ലോലോലിക്ക വെച്ച് ചമ്മന്തി അരച്ചത് അത്. പിന്നെ നമ്മളുടെ ചക്കക്കുരുവും നമ്മളുടെ മാങ്ങായും ചക്കക്കുരു മാങ്ങ വെച്ച് കൈമാറ്റിക്കേ. പിന്നെ നമ്മളുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി, നമ്മളുടെ മൈസൂർ ചീര തോരൻ, നമ്മളുടെ ലോലോലിക്ക, നമ്മളുടെ ചിക്കൻ. ഹാപ്പിയാണോ? എന്നെ ഒന്നും പറയുന്നില്ലേ? ഈ 12:30 ആയപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി തന്നിട്ട് നീ കഴിച്ചിട്ടാട്ടെ. ഉള്ളത് പറഞ്ഞാൽ മതിയേ. ഓരോ കറിയും രുചിച്ചു നോക്കിയിട്ട്. ആദ്യം ഏത് കറിയാ കൂട്ടി? ചക്കക്കുരു മാങ്ങയോ? സൂപ്പർ. അടുത്ത മുട്ട പൊരിച്ചത്. എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നത്. അടിപൊളി. മുട്ട ചമ്മന്തി. എഴുന്നേറ്റ് വന്ന ഉടനെ കണക്കുപിള്ള കണക്കെഴുതാൻ പോയായിരുന്നു. ഞാൻ പറഞ്ഞു കഴിക്കാൻ. എനിക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കിയിട്ട്. എല്ലാം അടിപൊളിയല്ലേ? ഉണ്ടോ? എത്ര ഭംഗിയായിട്ട് സ്വന്തം വീട്ടിലെ കഷ്ടപ്പെട്ട് ദൈവം സഹായിച്ചുണ്ടാക്കിയ സാധനങ്ങൾ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി ചട്ടിച്ചോറ് കൊടുത്തു. കണ്ടോ? ഈ അമ്മ 12:30 ആയപ്പോഴേ എല്ലാം ഓക്കെ ആയി. രാവിലത്തേതും ഓക്കെ ആയിട്ട് ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ സമയമായില്ല, അത് കഴിക്കാം. ചട്ടിച്ചോറെന്ന് കേട്ടപ്പം ഭയങ്കര സൂപ്പറല്ലേ? ഇനി ശരിക്കും കഴിച്ചോ. അപ്പം ഞങ്ങളുടെ ചട്ടിച്ചോറും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. എല്ലാവരും ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട്. കണ്ടോ, മീൻ മാത്രം പിടിക്കാൻ പറ്റിയില്ല. ആശേർ ഇനിയിപ്പോൾ എഴുന്നേറ്റ് വന്ന് ക്ഷീണിച്ചിരിക്കുമല്ലോ. അപ്പോൾ മീൻ പിടിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം മീൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കറി വെച്ച് കപ്പ വഹിച്ചോ എന്തെങ്കിലും കാണിക്കാം. അതെന്ന് വെച്ചാൽ കുഞ്ഞു കാരിയാണ്. കൂരി അല്ലേ മോനെ? അല്ല, കാരി. പിന്നെ വേറെ ഒരു അണ്ടികള്ളി എന്ന് പറയുന്നത്. അണ്ടികള്ളി എന്ന് വെച്ചാൽ കല്ലടമുട്ടി. കഴിഞ്ഞ ദിവസം അജിത ചിരിച്ചു. ഓക്കെ. എനിവേ, അപ്പം ഞങ്ങളുടെ ഈ ചട്ടിച്ചോറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൊച്ചു രുചിച്ച് കഴിക്കുക. ഓക്കെ, ബൈ. ആരൻ വരുമ്പോൾ ഇനി ആർത്തിയോടെ കഴിച്ചോളൂ. ആരൻ ഇതൊക്കെ വലിയ ഇഷ്ടം. ഓക്കെ, ബൈ. നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. ഓക്കെ.